പ്രിയമുള്ളവരെ, നിങ്ങളേവരെയും റേഡിയോ നിഷാദിലേക്ക് ഹാർദവമായി വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ആദരണീയനായ ഇ അഹമ്മദ് സാഹിബിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ശക്തി പ്രാപിക്കുകയാണ്. വിവാദങ്ങൾ കൊണ്ട് എന്തെങ്കിലും നേടാനാവുമെന്ന് റേഡിയോ നിഷാദൻ കരുതുന്നില്ല. എന്നാൽ ഏറെക്കാലം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തിളങ്ങി വിളങ്ങി നിന്ന ഇ അഹമ്മദ് സാഹിബിനെ പോലെയുള്ള തലമുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അത് പങ്കുവയ്ക്കുക എന്നത് ജനാധിപത്യപരമായ ബാധ്യതയായി റേഡിയോ നിഷാദൻ കരുതുന്നു. അഹമ്മദ് സാഹിബ് പാർലമെന്റിൽ കുഴഞ്ഞു വീണതു മുതൽ ബുധനാഴ്ച പുലർച്ചെ അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ച നിമിഷം വരെയുള്ള സംഭവങ്ങൾക്ക് ദൃക്സാക്ഷിയായ പ്രമുഖ മാധ്യമപ്രവർത്തകൻ ഹസനുൽ ബന്ന 12 മണിക്കൂറിലധികം നീണ്ട നാടകീയ രംഗങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മാധ്യമം പത്രത്തിലെഴുതിയ ലേഖനത്തിന്റെ ശബ്ദാവിഷ്കാരം റേഡിയോ നിഷാദൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുകയാണ്. ഭീതിയേറും രാവിൽ ചേതനയറ്റ്. ശബ്ദാവിഷ്കാരം നിർവഹിക്കുന്നത് ആറാട്ടുപുഴ ഹക്കിം ഖാൻ. ചൊവ്വാഴ്ച രാവിലെ ഇളയ മകൻ നസീറിനെ പാർലമെന്റിലേക്ക് ഇറങ്ങും മുമ്പ് 4 വട്ടമാണ് അഹമ്മദ് സാഹിബ് വിളിച്ചത്. മക്കളോടുള്ള സ്നേഹാതിരേകത്തിൽ ചില ദിവസം അങ്ങനെയൊക്കെയുള്ള തമാശയാണ് അദ്ദേഹത്തിന്. നസീറിനോടുള്ള കളിച്ചിരി കഴിഞ്ഞ് പതിവിൽ കവിഞ്ഞ ആവേശത്തിൽ ഇറങ്ങുമ്പോൾ 9 തീൻമൂർത്തിമാർഗിൽ നിന്നും കൂട്ടിനുള്ള ഷഫീഖിനെ കൈപിടിക്കാൻ പോലും അദ്ദേഹം സമ്മതിച്ചില്ല. രാവിലെ പാർലമെന്റ് മന്ദിരത്തിലെത്തിയപ്പോഴും രാവിലെ 11:05 പാർലമെന്റ് മന്ദിരത്തിലെത്തിയപ്പോഴും ഈ ഊർജ്ജസ്വലത അഹമ്മദ് സാഹിബ് കൈവിട്ടില്ല. അതുകൊണ്ടാണ് സെൻട്രൽ ഹാളിലേക്കുള്ള വഴിമധ്യേ എത്തിയപ്പോ ഇനി നീ പൊയ്ക്കോ, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കൊള്ളാമെന്ന് ഷഫീഖിനോട് അദ്ദേഹം പറഞ്ഞത്. സെൻട്രൽ ഹാളിലെത്തിയപ്പോ രാഷ്ട്രപതിയുടെ പ്രസംഗം തുടങ്ങിയതുകൊണ്ടാവണം പതിവ് തെറ്റിച്ച് പിൻനിരയിലാണ് അദ്ദേഹം ഇരുന്നത്. ഹൃദയാഘാതമുണ്ടായി അരമണിക്കൂറിനകം കുഴഞ്ഞു വീണ വിവരം കേരളത്തിൽ നിന്നുള്ള എംപിമാരിലേറെ പേരും ഉടൻ അറിയാതെ പോയത് അതുകൊണ്ടായിരുന്നു. അവരെ ഒന്നും അറിയിക്കാതെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ചുമതലയുള്ള ഡോക്ടർ കൂടിയായ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗിന്റെ നേതൃത്വത്തിൽ സുരക്ഷാ ജീവനക്കാർ അഹമ്മദ് സാഹിബിനെ ആംബുലൻസിലേക്കും തുടർന്ന് വെളിപ്പാടകലെയുള്ള റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലേക്കും മാറ്റി. നാഡിമിടിപ്പ് നിലച്ചപ്പോൾ ജിതേന്ദ്ര സിംഗിന്റെ നേതൃത്വത്തിൽ പാർലമെന്റ് മന്ദിരത്തിൽ നിന്ന് സ്ട്രെച്ചറിൽ പുറത്തു കടത്തുമ്പോൾ ഈ അഹമ്മദ് സാഹിബിന്റെ നെഞ്ചിന് ഇടിച്ചു തുടങ്ങിയതാണ്. നാഡിമിടിപ്പ് കുത്തനെ താഴുകയാണെന്ന് കണ്ടതോടെ കൂടെയുണ്ടായിരുന്ന ഷഫീഖ് അദ്ദേഹത്തിന് കെലിമ അഥവാ സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടങ്ങി. ഏറെക്കുറെ മരണമായെന്ന് കൂട്ടത്തിലുള്ള ഒരു ഡോക്ടർ പറഞ്ഞതോടെ ലീഗ് നേതാവായ ഖുറം വാവിട്ട് കരഞ്ഞു. ഈ സമയത്ത് ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ് അടക്കം ഏതാനും പേർ ഐസിയുക്കകത്തും പി.വി. അബ്ദുൽ വഹാബ് സാഹിബ്, ശ്രീ എൻ.കെ. പ്രേമചന്ദ്രൻ, ശ്രീ സുരേഷ് ഗോപി, ശ്രീ ആന്റോ ആന്റണി, ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ശ്രീ പി.കെ. ബിജു തുടങ്ങിയവരെല്ലാം ഇടനാഴിയിലുമാണ്. എല്ലാവരോടും പുറത്തുപോകാൻ ആവശ്യപ്പെട്ട ഡോക്ടർമാർ ജിതേന്ദ്ര സിംഗും ഡയറക്ടറും ഐസിയുവിലേക്ക് വരുന്നുണ്ടെന്നറിയിച്ചു. ഇടനാഴിയിൽ നിന്ന എംപിമാരോട് അവിടെയും നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് തൊട്ടടുത്തുള്ള മുറിക്കകത്താക്കി വാതിലടച്ചു. മരിച്ച ശേഷമുള്ള നടപടിക്രമങ്ങൾക്കായിരിക്കാം തങ്ങളെ മാറ്റിയതെന്ന് കരുതിയ വഹാബും ബഷീറും മയ്യത്ത് നാട്ടിലെത്തിക്കുന്നതിന് വിമാനം ഏർപ്പാടാക്കുന്നതിനെക്കുറിച്ചും പാണക്കാട് തങ്ങളെ ഉടൻ വിവരമറിയിക്കുന്നതിനെക്കുറിച്ചും ചർച്ച നടത്തുകയാണ്. അടച്ചിട്ട മുറിയിലിരുത്തിയ ലീഗ് എംപിമാരടക്കമുള്ളവരെ കാണാതെ ഡയറക്ടറെയും കൂട്ടി ഐസിയുവിലെത്തിയ ജിതേന്ദ്ര സിംഗ് ഡോക്ടർമാരോട് സംസാരിച്ച് മടങ്ങിയപ്പോഴാണ് ഒരറ്റത്തുള്ള ഈ ഐസിയുവിൽ നിന്ന് ആശുപത്രിയിലെ മറ്റേ അറ്റത്തുള്ള ട്രോമ ഐസിയുവിലേക്ക് മാറ്റാനാണ് നിർദ്ദേശം എന്നറിഞ്ഞത്. ട്രോമ കെയർ എന്ന സുരക്ഷിത കസ്റ്റഡി. കേരളത്തിൽ നിന്നുള്ള എംപിമാർക്കടക്കമുള്ള പ്രവേശനം നിഷേധിക്കുന്നതിനായിരുന്നു ഐസിയു മാറ്റിയത്. മാറ്റിയപ്പോൾ തന്നെ നിലപാട് വ്യക്തമാക്കിയ ആശുപത്രി അധികൃതർ ഇനി ഒരാളും കാണാതിരിക്കാൻ വാതിലിൽ നോട്ടീസ് പതിച്ചു. സംസം വെള്ളം ചുണ്ടിൽ നനച്ചു കൊടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോ പറ്റില്ലെന്നായി. തുടർന്ന് വെന്റിലേറ്ററിന് പുറമെ നെഞ്ചിലിടിക്കാനുള്ള ലുക്കാസും ഘടിപ്പിച്ചു. ബജറ്റ് സമ്മേളനം മുടക്കാതിരിക്കാനുള്ള ക്രമീകരണമാണെന്ന് ബോധ്യപ്പെട്ട നിമിഷം അഹമ്മദിന്റെ മക്കൾ എത്താതിരുന്നതിനാൽ സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ എംപിമാരും അശക്തരായി. രാത്രി മക്കൾ എത്തിത്തുടങ്ങിയിട്ടും അധികൃതർ കുലുങ്ങിയില്ല. വിതുമ്പിക്കരഞ്ഞ് ഫൌസിയ. തീവ്രപരിചരണ വിഭാഗത്തിന്റെ വാതിലിൽ മുട്ടിയ അഹമ്മദിന്റെ മക്കളായ നസീറിനും ഡോക്ടർ ഫൌസിയയ്ക്കും മരുമകൻ ഡോക്ടർ ബാബു ഷർസാദിനും മനുഷ്യത്വരഹിതമായ പ്രതികരണമാണ് ലഭിച്ചത്. മക്കളാണെങ്കിലും കാണാൻ അനുവദിക്കില്ലെന്നവർ തീർത്തു പറഞ്ഞു. ചികിത്സയുടെ വിശദാംശങ്ങൾ അറിയാൻ ഡോക്ടറെ കാണണമെന്ന് പറയുമ്പോഴും നിഷേധാർത്ഥത്തിൽ മറുപടിയാണ്. പിതാവിനരികിൽ ഖുർആൻ പാരായണം നടത്താനെങ്കിലും അനുവദിക്കണമെന്ന ഫൌസിയയുടെ അഭ്യർത്ഥനയും തള്ളി. ഇതിനിടയിലാണ് അഹമ്മദ് പട്ടേൽ ആശുപത്രിയിലെത്തുന്നത്. അപ്പോൾ സമയം രാത്രി 10:30. വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ട അഹമ്മദ് പട്ടേലിനോട് തുറക്കില്ലെന്നായി സുരക്ഷാ ഗാർഡുകൾ. അങ്ങനെയെങ്കിൽ ഡോക്ടർ പുറത്തേക്ക് വരണമെന്ന് പട്ടേൽ. ഡോക്ടർമാരെന്ന് പറഞ്ഞ് പുറത്തു വന്നത് 2 ജൂനിയർ ഡോക്ടർമാർ. ഇതാണോ അഹമ്മദിനുള്ള മെച്ചപ്പെട്ട ചികിത്സ എന്ന് ചോദിച്ച് ക്ഷുഭിതനായ പട്ടേൽ
അഹമ്മദ് സാഹിബിനെ മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. അനുവദിക്കരുതെന്ന് മുകളിൽ നിന്ന് നിർദ്ദേശമുണ്ടെന്ന് ഡോക്ടർമാർ. സർക്കാരാണോ ഈ നിർദ്ദേശം നൽകിയത്? ഒന്നുകിൽ താനിപ്പോൾ മാധ്യമങ്ങളെ വിളിച്ച് മനുഷ്യത്വരഹിതമായ സർക്കാർ നിർദ്ദേശം അറിയിക്കും, അല്ലെങ്കിൽ മക്കളെ കാണാൻ അനുവദിക്കണം, പട്ടേൽ കയർത്തു. ഇതിനിടയിൽ അഹമ്മദ് പട്ടേൽ നൽകിയ ഫോണിൽ നസീറും ഫൌസിയയും സോണിയാഗാന്ധിയുമായി സംസാരിച്ചു. താൻ അങ്ങോട്ട് വരികയാണെന്ന് സോണിയാഗാന്ധി. ഗുലാം നബി ആസാദും ആശുപത്രിയിലെത്തി. രാത്രി 11:30 സോണിയാഗാന്ധി എത്തി ഫൌസിയയോട് വിവരങ്ങൾ ആരാഞ്ഞു. ICU തുറക്കാൻ ആവശ്യപ്പെട്ട സോണിയയ്ക്ക് മുന്നിൽ ഇടനാഴിയിൽ ആദ്യം പ്രത്യക്ഷപ്പെട്ടത് വാടക ഗുണ്ടയായ ഒരു ബൌൺസർ. അത് കണ്ട് കോപാകുലനായ പട്ടേൽ എന്താണ് ഈ കാണുന്നതെന്ന് ചോദിച്ചു. പിറകെ വന്ന ജൂനിയർ ഡോക്ടർമാരോടും ജീവനക്കാരോടും പൊട്ടിത്തെറിക്കുകയായിരുന്നു സോണിയാഗാന്ധി. മക്കളെ തടയാൻ ഈ കിടക്കുന്നത് ഭീകരവാദിയാണോ, ഒരു ക്രിമിനലാണോ, അതോ മുൻ മന്ത്രി കൂടിയായ MP ആണോ? RMLൽ പതിവായി വരാറുള്ള എന്നെ ഇവിടുത്തെ നിയന്ത്രണം പഠിപ്പിക്കേണ്ടെന്ന് ഓർമ്മിപ്പിച്ച സോണിയാഗാന്ധി എത്രയും പെട്ടെന്ന് അഹമ്മദ് സാഹിബിനെ മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു. സോണിയ ഒച്ചവെക്കുന്നത് കേട്ട് ആശുപത്രിക്ക് താഴെ നിന്ന് പോലും ആളുകൾ ഓടിയെത്തി. എന്നിട്ടും സോണിയാഗാന്ധി നിർത്തിയില്ല. മക്കൾ അറിയാതെ ആരുടെ നിർദ്ദേശപ്രകാരമാണ് അഹമ്മദിന് ചികിത്സ നൽകുന്നതെന്ന് പറയാൻ ഡോക്ടർമാരോട് ആവശ്യപ്പെട്ടു. മക്കളുടെ സമ്മതം വാങ്ങാതെ ഒരു സൂചിയെങ്കിലും രോഗിയുടെ ശരീരത്തിൽ കുത്താൻ നിങ്ങൾക്ക് അനുവാദമുണ്ടോ എന്നും സോണിയ ചോദിച്ചു. ഇതിനിടയിൽ രാഹുൽ ഗാന്ധിയും കടന്നുവന്നു. ആരോഗ്യസ്ഥിതി മറന്ന് രാത്രി ഉറക്കമിളച്ചു വന്ന് ഒച്ചവെക്കരുതെന്നും താൻ നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞ് സോണിയാഗാന്ധിയെ സമാധാനിപ്പിച്ച് അദ്ദേഹം വിഷയമേറ്റെടുത്തു. നൽകുന്ന ചികിത്സയുടെ വിശദാംശമറിയാത്ത ജൂനിയർ ഡോക്ടർമാരോട് സൂപ്രണ്ട് എവിടെയെന്നാരാഞ്ഞു. സൂപ്രണ്ട് ആശുപത്രിയിലുണ്ടെങ്കിലും മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് പട്ടേൽ മറുപടി നൽകിയപ്പോൾ സൂപ്രണ്ട് വരാതെ താൻ അകത്ത് കിടക്കില്ലെന്ന് പറഞ്ഞ് അവിടെ നിൽപ്പുറപ്പിച്ചു. അതോടെ 5 മിനിറ്റിനകം സൂപ്രണ്ട് മോടിയെത്തി. കാര്യങ്ങൾ പിടിവിട്ടു എന്നറിഞ്ഞ സൂപ്രണ്ട് രാഹുലിനെയും കുട്ടി അകത്തുപോയി അഹമ്മദിനും മസ്തിഷ്കത്തിനും മരണം സംഭവിച്ചോ എന്നറിയാൻ പരിശോധന നടത്താമെന്ന് സമ്മതിച്ചു. ഇതിനിടയിൽ മക്കളുടെ പരാതിയിൽ ഡൽഹി പോലീസ് ആശുപത്രിയിലെത്തി കേസും രജിസ്റ്റർ ചെയ്തു. അകമ്പടിയായി വാടക ഗുണ്ടകൾ. രാഹുൽ പോയതോടെ ടെസ്റ്റ് നടത്താമെന്ന് പറഞ്ഞുപോയ സൂപ്രണ്ട് വീണ്ടും മുങ്ങി. 1 മണിക്കൂർ കാത്തുനിന്നിട്ടും ഫലമില്ലാതെ വന്നപ്പോ ET ബഷീറും MK രാഘവനും മക്കളും മരുമകനും വീണ്ടും ICUവിന് മുന്നിലെത്തി. ടെസ്റ്റ് നടത്താൻ വരാത്ത സൂപ്രണ്ടിനെ വിളിക്കണമെന്ന് ആവശ്യപ്പെട്ടു. സൂപ്രണ്ടിന് പകരം ആദ്യം കുറെ സുരക്ഷാ ജീവനക്കാരും അവർക്ക് 1 ഡസനോളം വാടക ഗുണ്ടകളുമായിട്ടാണ് വന്നത്. അവരിൽ ഒരാൾ രാഘവനോട് തട്ടിക്കയറാൻ ശ്രമിച്ചത് എല്ലാവരും ചേർന്ന് തടഞ്ഞു. ഒരു ഭാഗത്ത് ഡൽഹി പോലീസും മറുഭാഗത്ത് മല്ലന്മാരായ ബൌൺസർമാരും അവർക്കിടയിൽ MPമാരും അഹമ്മദിന്റെ മക്കളും സുഹൃത്തുക്കളുമായി സംഘർഷഭരിതമായ അന്തരീക്ഷം. ഡൽഹി പോലീസിനെ വിളിച്ച് അഹമ്മദിന്റെ മരുമകൻ ബാബു ഷർഷാദ് 10 മിനിറ്റിനകം സൂപ്രണ്ടെത്തിയില്ലെങ്കിൽ അഹമ്മദിനെ ആശുപത്രി മാറ്റാനോ പുറത്തെ ആശുപത്രിയിൽ നിന്നുള്ള വിദഗ്ധരെ ICUവിലേക്ക് കയറ്റാനോ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടു. അകത്ത് ഡോക്ടർമാർ ഒരാൾ പോലുമില്ലെന്നും ഉള്ളത് PG വിദ്യാർത്ഥികളാണെന്നും കാണിച്ച് അഹമ്മദിനെ ഡിസ്ചാർജ് ചെയ്യാൻ അപേക്ഷയും തയ്യാറാക്കി. ഡൽഹി പോലീസ് അരമണിക്കൂർ സമയം ചോദിച്ചു. ആ അരമണിക്കൂർ കഴിഞ്ഞ് ICUവിനകത്തേക്കും മക്കളെയും മരുമകനെയും കടത്തിവിട്ടു. അപ്പോഴേക്കും വെന്റിലേറ്ററിൽ നിന്നും നെഞ്ചിടിക്കുന്ന ലൂക്കാസിൽ നിന്നും അഹമ്മദ് സാഹിബിനെ വേർപെടുത്തിയിരുന്നു. നിരന്തരമുള്ള ഇടിയിൽ ശരീരത്തിന് സംഭവിച്ച രൂപമാറ്റം മക്കളെ ഞെട്ടിച്ചു. തുടർന്ന് പുലർച്ചെ 2:30 ഡോക്ടർ ഷർഷാദ് തന്നെ പുറത്തുവന്ന് ഈ അഹമ്മദ് മരിച്ചുവെന്ന് ഔദ്യോഗികമായി അറിയിച്ചു. ICUവിനകത്ത് നിന്ന് 1/2 ഡസനിലേറെ വാടക ഗുണ്ടകളുടെ അകമ്പടിയോടെയാണ് എംബാം ചെയ്യാനായി അഹമ്മദ് സാഹിബിന്റെ മൃതശരീരം പുറത്തെത്തിച്ചത്. എല്ലാവരും ICUവിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോ ഗുണ്ടകൾ ഒന്നടങ്കം ഡൽഹി പോലീസിന് മുന്നിലൂടെ ഇറങ്ങിപ്പോയി. ഹസനുൽ ബന്ന അദ്ദേഹത്തിന്റെ ലേഖനം അവസാനിപ്പിച്ചിരിക്കുന്ന ഇവിടെ റേഡിയോ നിഷാദിന് 4 വരി കൂട്ടിച്ചേർക്കുവാനുണ്ട്. അന്ന് ഗുജറാത്ത് കലാപം നടക്കുമ്പോൾ ഇഹ്സാൻ ജഫ്രി കോൺഗ്രസ് MP ആയിരുന്നു. സുദീർഘമായ 25 വർഷക്കാലത്തോളം നീളുന്ന അദ്ദേഹത്തിന്റെ പാർലമെന്ററി പ്രവർത്തനം ഉന്മൂലനം ചെയ്യപ്പെടാനുള്ള യോഗ്യരായി അന്ന് ഫാഷിസം അദ്ദേഹത്തെയും കുടുംബത്തെയും ടാർഗറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മതേതര രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ നേതൃത്വപരമായ പ്രവർത്തനമൊന്നും പരിഗണിക്കുകയുണ്ടായില്ല. ചുട്ടുകൊന്നുകളഞ്ഞു. ജനാധിപത്യ ശ്രീകോവിലിൽ പിടഞ്ഞു വീണ ഈ അഹമ്മദ് സാഹിബ് എന്ന സുദീർഘ പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള നേതാവിന്റെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയെന്ന വാർത്തകൾ പുറത്തു വരുമ്പോ പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെ തന്നെയാണ് ഫാഷിസ്റ്റ് കുടിലതകളെ തിരിച്ചറിയാൻ അവസരമുണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുക. ആ തിരിച്ചറിവുകൾ അവകളെ പ്രതിരോധിക്കാൻ ഊർജം ലഭ്യമാക്കും. ഫാഷിസത്തിന് മുന്നിൽ ഇഹ്സാൻ സാബോ അഹമ്മദ് സാബോ എന്നൊന്നില്ല, കോൺഗ്രസോ ലീഗോ എന്നൊന്നില്ല. ആരൊക്കെ എങ്ങനെയൊക്കെയെന്ന് അവർ അവരുടെ പാഠപുസ്തകത്തിലെ 1-ാം പേജിൽ തന്നെ കുറിച്ചുവെച്ചിട്ടുണ്ട്. കേൾവിക്കും പങ്കുവെക്കലിനും നന്ദി. റേഡിയോ നിഷാദൻ. നാവില്ലാത്തവന്റെ നാവ്.